ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബെറ്റർ ഹാഫ്റ്റ്സ് മീ ജിംഷി ഹുസൈൻ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ മാഷാഅല്ലാ നമുക്ക് അത് സ്പെഷ്യൽ ഓഫർ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ ഓഫറൊന്നും അല്ല, അത് കുറച്ച് ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആ പീസസ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും പരാതിയായിരുന്നു, നിങ്ങളിപ്പോൾ വീഡിയോ ഇട്ടിട്ടല്ലേ ചോദിച്ചിട്ട്. സംഭവം ഞാൻ പറഞ്ഞിരുന്നു സിംഗിൾ പീസസ് ആണെന്ന്. അതാണ് അത്രയും പെട്ടെന്ന് തീരാൻ കാരണം. പിന്നെ എനിക്കും തീരുന്നേ വേണ്ടേ, കാരണം എന്താ പറയുക, നമുക്കും ടെൻഷനാണ്. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വന്നാലും നമുക്ക് ബാലൻസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഇട്ട് തരുന്ന ഐറ്റം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒരുപാട് ബാലൻസ് വന്നു കഴിഞ്ഞാൽ കച്ചവടം കൂട്ടേണ്ട അവസ്ഥ വരും. സോ നമുക്ക് സെയിൽ തന്നെ വേണ്ടത്. എന്തായാലും കിട്ടാത്തവർക്ക് നിരാശ ഒന്നും വേണ്ട. ഇൻഷാല്ലാ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുതിയ പാറ്റേൺസ് അതിലൊക്കെ വീണ്ടും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വെയർ ചെയ്ത പാറ്റേൺ മാഷാഅല്ലാ നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ്. ഇത് നമ്മൾ 3ാമത്തെ വട്ടാണ് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് മൂവിങ് ഒരു ഐറ്റം ആണ്. എന്താ പറയുക, പ്രത്യേകിച്ച് മൂവ് ആകാൻ കാരണം ഇതിന്റെ പ്രൈസ് ആണ് 398 398 രൂപ വരുന്നുള്ളൂ. റയോൺ ഫാബ്രിക് ആണ്, അതും 2 പീസിന് DTDC ഫ്രീ ഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആണ് കേട്ടോ. സൈസ് വരുന്നത് XL ആണ്. ഒരു സ്മോൾ മീഡിയം ലാർജ് XL ഇവർക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ. ഞാൻ അത് ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചിലതിൽ ഷോളിന്റെ ഈ ഒരു ബോർഡറിലായിട്ട് കര വരുന്നുണ്ട്. അധികം ഇങ്ങനെ തെല്ലത്തായിട്ടായിരിക്കും ബോർഡർ വരുന്നത്. പിന്നെ ഈ ഒരു യോക്കിലായിട്ട് വർക്ക് ഉണ്ട്. ഇവിടെ ടോപ്പിന്റെ എൻഡിൽ വർക്ക് ഉണ്ട്. ബോട്ടം കണ്ടല്ലോ, പകുതിക്ക് അങ്ങോട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു നോർമൽ പലാസോ ബോട്ടാണ്. ഇടാനൊക്കെ കംഫർട്ടബിൾ ആണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ്, ലൈനിങ് വരുന്നില്ല. പക്ഷെ അങ്ങനെ നേളടിക്കത്തൊന്നുമില്ല. ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല അടിപൊളി ആയിട്ടാണ്. 398 രൂപ വരുന്നുള്ളൂ. 2 പീസിന് ഫ്രീ ഷിപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ലാഗാക്കാതെ നമുക്ക് പെട്ടെന്ന് കളക്ഷൻസ് കാണിക്കാം. അപ്പോൾ ഇത് കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു, അവരൊക്കെ ഈ വീഡിയോ കണ്ട് എടുത്തോളൂ കേട്ടോ. ലെങ്ത് കണ്ടല്ലോ, ഒരു 44 ഒക്കെ കിട്ടും. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം കളേഴ്സിലും പ്രിന്റിലും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, അത്യാവശ്യം എടുത്ത് കിട്ടുന്ന ഒരു പലാസോ ബോട്ടം തന്നെയാണ്. നല്ലൊരു സെറ്റാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഒക്കെ എന്തായാലും ഒരു 490 450 എന്തായാലും റേറ്റ് വരും. നമ്മൾ വെറും 398 2 പീസിന് ഫ്രീ ഷിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺസ് അധികം 2-3 പീസസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഫസ്റ്റ് പ്രിന്റ് ഇങ്ങനെയാണ്. ഇതിന്റെ പ്രിന്റ് കണ്ടല്ലോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കളേഴ്സ് ഞാനിനി പെട്ടെന്ന് കാണിക്കാം. ഇനി ടോപ്പ് മാത്രം കാണിക്കാം കേട്ടോ. ഷോൾ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. നെക്സ്റ്റ് ഇതാണ്. അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാ പ്രിന്റിലും സെയിം ഷെയ്ഡ്സ് തന്നെ ആയിരിക്കും കേട്ടോ. ഒരുവിധം എല്ലാം ഉണ്ടാവുക. പിന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മെസ്സേജ് വിട്ടുപാട് ചിലപ്പോൾ നമ്മൾ നോക്കണം എന്നില്ല, കാരണം കുറച്ച് പാക്കിങ് ബാക്കിയുണ്ട്. പക്ഷെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് ഇട്ടോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഡിസ്പാച്ച് ഇൻഷാല്ലാ നാളെ ഉണ്ടാകും. ഇന്ന് ഓർഡർ ചെയ്യുന്നതൊക്കെ നാളെ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. നമ്മൾ ഇനി ആഴ്ചക്ക് 2 ഡിസ്പാച്ച് ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് എടപ്പാളിൽ നിന്നാണ്, പക്ഷെ ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഡിസ്പാച്ച് നടക്കുന്നില്ല. ഭയങ്കര കൊറിയർ ചാർജാണ്. അപ്പം നമുക്ക് ആഴ്ചയിൽ 2 വട്ടം നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഡെയിലി ഡിസ്പാച്ച് ചെയ്യാൻ നമുക്കൊരു 500 രൂപേൻ്റെ മുകളിൽ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, നെക്സ്റ്റ് ഈ ഒരു പ്രിൻ്റാണ്. പ്രിൻ്റ് കണ്ടല്ലോ, ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള ഷെയ്ഡ്സ് ഞാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ. ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കുഴപ്പമില്ല, നമുക്ക് ഡിസ്പാച്ച് ചെയ്യും. DTDC നമ്മൾ ആഴ്ചയിൽ 2 ഡിസ്പാച്ചിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഫ്രീ ഷിപ്പ് ഉള്ളത് 2 പീസ് DTDCക്ക് ആയിരിക്കും. പോസ്റ്റിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചെറിയൊരു ചാർജ് വരും കേട്ടോ. അപ്പോൾ ഇതിലുള്ള കളേഴ്സാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, കാരണം ഇപ്പോൾ ചൂടല്ലേ. പക്ഷെ ഇത് കുറച്ച് എന്താ പറയുക, കൂളിങ് കിട്ടുന്ന ഫാബ്രിക്കാണ്. റയോൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ കൂളിങ് കിട്ടും. സോ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടല്ലോ, നല്ലൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് പ്രിന്റ്. സ്ലീവിലും ഉണ്ടാവും കേട്ടോ, ഒരു പൈപ്പിങ് പോലെ ഈ ഒരു വർക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ പ്രിന്റ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രിന്റ് അങ്ങനെ പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ, ഞാൻ യൂസ് ആക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പ്രിന്റ് പോകുന്ന പ്രിന്റ് ഒന്നുമല്ല. കളർ പിന്നെ റയോൺ ആയതുകൊണ്ട് തന്നെ ചിലത് ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ ഒന്ന് പോകും കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചിലതിൽ ഇങ്ങനെ ഈ ഒരു തലയിലിടുന്ന ആ ഭാഗത്താണ് ഇതിൻ്റെ ഈ ഒരു ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ അങ്ങനെ വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കളേഴ്സ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഫുൾ സെറ്റ് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഫുൾ സെറ്റ് കണ്ടല്ലോ എങ്ങനെയാണെന്ന്. ഇതാണ് പ്രിന്റ്. ഓക്കെ, പിന്നെ ഇത് നല്ലൊരു വൈൻ കളർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ കൊണ്ടുവന്നതിൽ ഏറ്റവും ഡിമാൻഡുള്ള ഷെയ്ഡായിരുന്നു കേട്ടോ, വൈനും ക്രീമൊക്കെ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ ഇത് നെക്സ്റ്റ് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഗ്രേ അല്ല, ഇതൊരു ഒലീവ് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രിൻ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂണിൽ ഇങ്ങനെയാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇതാണ് പ്രിൻ്റ്. നല്ല അടിപൊളി മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എല്ലാം വെച്ചിട്ട് ഫുള്ളൊന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഓരോ പാറ്റേണിനും ഫുള്ള് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനും തന്നെ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അതുപോലെ തന്നെ ഈ ഷോളിൻ്റെ ഈ ഒരു വൺ സൈഡാണ് ഈ ഒരു ബോർഡർ വന്നിട്ടുള്ളത്. ഷോള് കണ്ടല്ലോ, ലെങ്ത് ഉണ്ട്, പക്ഷെ വിടുത്ത് ഇത്ര വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വിടുത്ത് എനിക്കൊക്കെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും എടുത്തോളൂ കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത്. അപ്പോൾ അതിലുള്ള കളേഴ്സ് ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. അടുത്തൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ് പ്രിൻ്റ്. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഈ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ ബ്ലൂ കാണിച്ചല്ലോ, ബ്ലൂ ഞാൻ കാണിച്ചു കേട്ടോ. അല്ല, ഇതും അതും പ്രിൻ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് വേറൊരു പ്രിൻ്റാണ്. ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ് കേട്ടോ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ ഒരു പീസൊന്നും ആക്കാൻ നിൽക്കണ്ട, ഒന്നിലധികം പീസസ് എടുത്തോളൂ കേട്ടോ. കാരണം ഓഫർ പ്രൈസാണ്, അതുകൊണ്ട് തന്നെ എടുക്കുന്നവർക്ക് നഷ്ടമൊന്നുമില്ല. ഇതിന് ഞാൻ വെയർ ചെയ്ത പോലെ തന്നെ ഷോളിൻ്റെ എൻഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു ബോർഡർ വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിലുള്ള കളേഴ്സ് കാണിക്കാം. ഇത് നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് പൊതുവേ അറിയാമല്ലോ, ഡിമാൻഡഡ് ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്ക്. ബ്ലാക്കിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിലൊരു റെഡിഷാണ് ഇതിൻ്റെ ഈ ഒരു പാറ്റേണായി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡിഷ് ഷെയ്ഡാണ് കേട്ടോ, നമ്മുടെ മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എടുത്തോളൂ. വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഇതാണ് പ്രിൻ്റ്, കണ്ടല്ലോ അല്ലേ പ്രിൻ്റ്. നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു ചിക്കു ഷെയ്ഡ് ഉണ്ട്. ഇതിൻ്റെ ഫുൾ സെറ്റ് ഞാൻ കാണിക്കാം കേട്ടോ, ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ഇത് അതിൻ്റെ ഒരു ചിക്കു ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇത് നല്ലൊരു മെറൂണിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഐറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതൊക്കെ എല്ലാം ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ വെയർ ചെയ്ത പാറ്റേൺ അല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല അടിപൊളി കോമ്പിനേഷൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതും ഷോളിൽ കണ്ടല്ലോ, ഇങ്ങനെ ഒരു വൺ സൈഡാണ് ഇതിൻ്റെയും തന്നെ ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നമ്മൾ നല്ല കൂളിംഗ് കിട്ടുന്ന ഫാബ്രിക്കാണ് റയോൺ. നെക്സ്റ്റ് ഇതിലൊക്കെ അത്യാവശ്യം നമുക്ക് സ്റ്റോക്കും വന്നിട്ടുണ്ട്, പാറ്റേൺസും വന്നിട്ടുണ്ട്. പിന്നെ കണ്ടല്ലോ, ഇതാണ് പാറ്റേൺ, ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോള് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. സോറി, ഇതതിൻ്റെ ബോട്ടാണ്. എല്ലാത്തിൻ്റെയും ഫുൾ സെറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കണ്ടല്ലോ, ഷോളൊക്കെ ഇങ്ങനെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഇങ്ങനെ തുമ്പായിട്ട് കിടക്കുന്നൊന്നുമില്ല. ഇതും വൺ സൈഡാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബോർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരേപോലെ ഒന്നുമല്ല, ചിലതിൽ വൺ സൈഡ് ബോർഡർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സെറ്റ് വരുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഇനി ഇതിലുള്ള കളേഴ്സ് ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. നെക്സ്റ്റ് ഇതേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫുൾ സെറ്റ് കാണിച്ചല്ലോ, ഈ ടോപ്പ് മാത്രമായിട്ട് കാണിക്കാം കേട്ടോ. നല്ലൊരു ഗ്രീൻ അല്ല, ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. ഒലീവ് ഗ്രീൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ നെക്സ്റ്റ് അതിൽ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് നേവി ബ്ലൂവിലും വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രിന്റ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഞാൻ ഈ വെയർ ചെയ്തല്ലോ, ഈ ഒരു സെയിം മെറൂണാണ്. ഇതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഇട്ടതാണോ വിൽക്കണമെന്ന് ചോദിക്കണ്ട, കണ്ടല്ലോ സ്റ്റോക്ക് അവൈലബിൾ ആണ്. കളർ ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ. ഇത് ഞാൻ ഷോള് കണ്ടല്ലോ, ഇത് ഇവിടെ ഈ ഒരു ബോർഡറിലാണ് കേട്ടോ, എൻഡിൽ മാത്രമേ ബോർഡർ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം. നെക്സ്റ്റ് ഇത് അതിൻ്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ഷെയ്ഡ്, നമ്മുടെ ചിക്കു പറഞ്ഞല്ലോ ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രിൻറ്റും കുഴപ്പമൊന്നുമില്ല, രസമുള്ള പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് ഇനി കാണിക്കുന്നത് ബ്ലാക്കിൽ ഇതുപോലെ ഈ ഒരു ബ്ലൂ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഷോളും കാണിക്കാം. പറഞ്ഞ് കതച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കണ്ടല്ലോ, തിരിഞ്ഞു പോയിട്ടുണ്ട് ഇട്ടത്, എങ്കിലും കുഴപ്പമില്ല. വൺ സൈഡ് ഇതേ ബോർഡർ വരുന്നുണ്ട്, വൺ സൈഡ് അല്ല എൻഡിലായിട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഫുൾ സെറ്റ് ഇതേ ഇങ്ങനെയാണ് വരിക.
അപ്പോൾ ഇതിലുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഗ്രേ ഷെയ്ഡുണ്ട്, ഗ്രേയിൽ ഇങ്ങനെ ഒരു റെഡിഷാണ് ഇതിൻ്റെ ഒരു പ്രിൻ്റായി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ. ഒരു മഡ് കളർ ഉണ്ടല്ലോ, യെല്ലോ ഷെയ്ഡല്ല മഡ് കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് പ്രിൻ്റ് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ്. പ്രിൻ്റ് ഉണ്ടല്ലോ, കണ്ടല്ലോ അല്ലേ, ഇതാണ് പ്രിൻ്റ്. കുഞ്ഞ് ഫ്ലോറൽ വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടാണ് ഈ കാണിക്കുന്നത്. നല്ല എലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. ഇത് സിംഗിൾ സ്റ്റിച്ചാണ് കേട്ടോ. നിങ്ങൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി, അപ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഷോളിൻ്റെയും തന്നെ വൺ സൈഡ് അല്ല ഇഞ്ചിലായിട്ടാണ് ഇങ്ങനെ ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഈ സെറ്റ് വന്നിട്ടുണ്ടാവുക. അതെ, അതിൻ്റെ ഷെയ്ഡ്സാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ നല്ല ബ്ലാക്കിൽ നല്ല ഒരു നേവി ബ്ലൂ കളർ. ഓക്കെ, ബ്ലാക്കിൽ നല്ലൊരു നേവി ബ്ലൂവിൽ പ്രിന്റ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഗീവേൻ്റെ വിന്നർ അനൗൺസ് ചെയ്യണമല്ലോ നമ്മൾ ഒരു ദിവസം മുൻപ്, അതായത് മിന്നാന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് ഇട്ടു കേട്ടോ. പക്ഷെ ഒരുപാട് പേരിൽ ചിലവരൊന്നും ഒരു സംബന്ധമില്ലാതെ ആൻസറാണ് വിട്ടത്, ചിലവർ കറക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ചെയ്ത് വിട്ടവരതാണ് ഇതിലുള്ളത്. അതിൽ തന്നെ ചിലവർ അവരുടെ ID ഇല്ലെങ്കിൽ അവരുടെ പേരൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആൻസർ മാത്രം വിട്ടുവെച്ചു. അപ്പം ഞാൻ അവരുടെ നെയിമൊക്കെ ചിലത് നമ്മുടെ സ്ക്രീനിൽ കാണുമല്ലോ, നമ്മുടെ എന്താ പറയുക DP-യിൽ. അപ്പം ആ നെയിം നോക്കി ഞാൻ എഴുതി, അല്ലാതെ അവരുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കറക്റ്റ് വേർഡ് എന്തായിരുന്നു അവിടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ചെയ്തവരത് മാത്രമാണ് ഇതിലിട്ടിട്ടുള്ളത്. ചിലതൊക്കെ ഞാൻ ഒന്നും പാടെ നോക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല. കറക്റ്റ് എഴുതിയവരത് മാത്രമാണ് കേട്ടോ. അപ്പോൾ അവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടല്ലോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവളാണ് ഇതിന്ന് ഒരു വിന്നറെ സെലക്ട് ചെയ്ത്. ഇനി ഒരാൾക്ക് ഉള്ളതിന് പരാതി പറയരുത്. നമ്മൾ 2-3 പേര് വെച്ചിട്ട് ഒരുപാട് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താത്ത ബിസ്മില്ല ഒന്ന് എടുത്തോ. ഞാൻ തുറന്നായിരുന്നു, ഇത് ഫോണും കൂടെ പിടിക്കുന്നുണ്ട്, ഫോൺ പോകണ്ട. ഓക്കെ, എന്നിട്ട് എൻ്റെ കൈത്തായോ കേട്ടോ, നല്ല സ്ക്രീനിൽ കാണിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളെ കള്ളക്കളി കാണിച്ചു തരാം. ഓക്കെ, കള്ളക്കളിയൊന്നുമില്ല ഗൈസ്. ഒന്നെടുത്തു പ്രിയാദ ശ്രീരജ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഞാൻ എഴുതിയ ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. കാരണം ഇത് എഴുതിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രിയാദ ശ്രീരജ്. കിട്ടിയവർക്ക് തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ കിട്ടിയവർക്കും കിട്ടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞൊരു ഗിവേയിൽ കിട്ടിയ ആൾക്ക് 2 വട്ടം കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ നറുക്കെടുക്കുകയാണ്, ആൻസർ കറക്റ്റ് ആയിട്ട് നറുക്കെടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അത് കിട്ടിയ ആൾക്ക് വീണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഓരോ സ്പെഷ്യൽ ഗിവേ നടത്തുമല്ലോ, നമ്മൾ 20K അങ്ങനെയൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മാക്സിമം ഞാൻ കിട്ടാത്തവർക്കേ കൊടുക്കുള്ളൂ കേട്ടോ. ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവരും പങ്കെടുക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ 20K ഗിവ് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം അത്യാവശ്യം നല്ലൊരു ഐറ്റം തന്നെയാണ് നമ്മൾ 398 തരുന്നത്. അതും 2 എണ്ണത്തിന് ഫ്രീ ഷിപ്പാണ്.